സർക്കാർ സംരംഭമായ കേരള സവാരിയോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധവുമായി ജേണി ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കേരള സവാരി എറണാകുളം നഗരത്തിൽ മാത്രമായി ചുരുങ്ങിയെന്ന് വിമർശനം. തിരുവനന്തപുരത്ത് ആവശ്യത്തിന് ട്രിപ്പുകൾ കിട്ടാതെ ഡ്രൈവർമാർ പ്രതിസന്ധിയിലാണ്. കേരള സവാരി ആപ്പിന് സർക്കാർ വേണ്ടത്ര പ്രചാരണം നൽകുന്നില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും അസോസിയേഷൻ ആരോപിച്ചു. ആകെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഇവരോട് സർക്കാരിനോട് അഭ്യർത്ഥിച്ചതാണ് കേരള സവാരി കൊണ്ടുവരിക, സർക്കാരിൻ്റെ ഒരു റേറ്റ് ഘടന അതിൽ ഉൾപ്പെടുത്തുക. കേരള സവാരി വന്നു. സത്യം പറഞ്ഞ ഒരു ചാനലുകാർ പോലും അറിഞ്ഞിട്ടില്ല, ജനങ്ങളും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കേരള സവാരി ലോഞ്ച് ചെയ്തതുപോലും. കാരണം ഇന്നും ഞങ്ങൾ ആരെങ്കിലോട് മേഡം കേരള സവാരിയുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കേരള സവാരി ഉണ്ടോ എന്ന് ചോദിക്കണം. എന്തുകൊണ്ട് സർക്കാർ ഇത്ര കൊട്ടിഘോഷിച്ച പരസ്യങ്ങൾ ചെയ്യുമ്പോൾ കേരള സവാരിയെ മാത്രം അവഗണിക്കുന്നു? പക്ഷേ മന്ത്രിയുടെ ഈ ഒറ്റ പ്രസ്താവന വീഡിയോ ആയിട്ട് മറ്റു ഡ്രൈവേഴ്സ് കാണിച്ചുകൊണ്ടാണ് പറയുന്നത് കേരള സവാരിക്ക് ലൈസൻസ് ഇല്ല, പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ട്രിപ്പ് എടുക്കാമെന്ന്. ഞങ്ങൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യുമെന്നാണ് ഈ സർക്കാർ പറയുന്നത്? ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ള അവകാശം എന്ന് പറയുന്നത് ഞങ്ങളുടെ വോട്ടാണ്. ഈ വോട്ട് ബഹിഷ്കരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ആകെ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഇവരോട് സർക്കാരിനോട് അഭ്യർത്ഥിച്ചതാണ് കേരള സവാരി കൊണ്ടുവരിക, സർക്കാരിൻ്റെ ഒരു റേറ്റ് ഘടന അതിൽ ഉൾപ്പെടുത്തുക. കേരള സവാരി വന്നു. സത്യം പറഞ്ഞ ഒരു ചാനലുകാർ പോലും അറിഞ്ഞിട്ടില്ല, ജനങ്ങളും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കേരള സവാരി ലോഞ്ച് ചെയ്തതുപോലും. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, ഈ തൊഴിൽ വകുപ്പിന് കീഴിലുള്ളവരായി തന്നെ, തൊഴിലാളികളായി തന്നെ ഇവരെ കാണും എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് ഈ സർക്കാർ അംഗീകാരമില്ല എന്നുള്ളത് വകുപ്പ് മന്ത്രി തന്നെയാണ് പിന്നീട് പറയുന്നത്. ഈ കടമെടുത്ത് വണ്ടിയെടുത്ത ആൾക്കാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. വളരെ ബുദ്ധിമുട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ കേരള സവാരിയുടെ കാര്യത്തിൽ അവർ പറയുന്ന പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്, പലർക്കും അറിയില്ല ഇപ്പോഴും ഇങ്ങനെ കേരള സവാരി ഉണ്ട് എന്നുള്ളത്. പലരും ചോദിക്കുകയാണ് അതെങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ കൃത്യമായിട്ടൊരു പ്രചാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, കൃത്യമായിട്ടുള്ള അവഗണന ഉണ്ടാകുന്നു എന്നുള്ളത് ഇവർ പറയുന്നത്. ശ്രുതി, വളരെയധികം പ്രതിസന്ധിയിലാണ് ഈ ഡ്രൈവർമാരെല്ലാം. ഇപ്പോൾ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഡ്രൈവർമാർ മാറി എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം കഴിഞ്ഞ വർഷം നവംബർ 4-നാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പദ്ധതി. പക്ഷേ നാളിതുവരെയുമായിട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു വിധത്തിലുള്ള ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പങ്കുവെക്കുന്നത്. അവരുടെ ആപ്പ് അത് ജനങ്ങൾക്ക് പോലും ഇപ്പോൾ അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് മുൻപിൽ ഇപ്പോൾ ഊബർ, റാപ്പിഡോ, അതുപോലെ തന്നെ ഓല അടക്കമുള്ള ഈ ആപ്പുകളുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾ ഇപ്പോൾ ആശ്രയിക്കുന്നതും. അമിതമായ നിരക്ക് ഈടാക്കുന്ന ഈ ആപ്പുകൾ ഇപ്പോൾ മുൻപിലുള്ളപ്പോഴും സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിക്ക് എന്തുകൊണ്ടാണ് മാർക്കറ്റിങ്ങോ മറ്റ് വിധത്തിലുള്ള പരസ്യ പ്രചരണങ്ങളോ നൽകാത്തതെന്നൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ലേബർ കമ്മീഷണറെ കണ്ടു, ലേബർ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെ കണ്ടു. എന്നിട്ടും ഇതുവരെയും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. പരിഹരിക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞെങ്കിലും അതിലൊന്നും തന്നെ ഇതുവരെയും നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വോട്ട് ബഹിഷ്കരിക്കാനുള്ള ഒരു നീക്കവുമായി ബന്ധപ്പെട്ടപ്പോൾ ഡ്രൈവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ എറണാകുളം നഗരത്ത് മാത്രമായിട്ട് വലിയ പ്രതിഷേധത്തിലാണ് അവർ വോട്ട് ബഹിഷ്കരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.